നമ്മളെല്ലാവരും കൂടിയിട്ട് ദുബൈക്ക് ഇറങ്ങാനാട്ടോ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബ്രദർ പെരുന്നാൾക്ക് ഒമാനിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൻ ജസ്റ്റ് 2 ഡേയ്സിലേക്കാട്ടോ വന്നത്. ഈ 2 ഡേയ്സ് കൊണ്ട് നമുക്ക് UAE മൊത്തം കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും പറ്റുന്ന സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ പെരുന്നാളിൻ്റെ അബുദാബിയിലെ കുറച്ച് സ്ഥലങ്ങളും പിന്നെ പിറ്റേന്നാട്ടാ നമ്മൾ ഈ ദുബൈ പ്ലാൻ ചെയ്തത്. പിന്നെ അബുദാബിയിൽ നിന്ന് നമ്മൾ ഉച്ചക്കാട്ടാ വിട്ടത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. നമ്മൾ കഴിക്കാൻ ഉദ്ദേശിച്ചത് സദ്യ ആണെങ്കിലും അവിടെ തിരക്ക് കാരണം നമ്മൾ മന്തിയിലേക്ക് മാറി ചെയ്തിട്ടാ. ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റായി. നമ്മൾ മോർണിംഗ് തന്നെ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ രണ്ടാൾക്കും ബേബീസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിച്ച ടൈമിങ്ങിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ യാത്ര സ്റ്റാർട്ടായിട്ടോ. നമ്മൾ ആദ്യം പോകുന്നത് ഫ്യൂച്ചർ മ്യൂസിയം കാണാനാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഇന്നത്തെ ടിക്കറ്റ് എല്ലാം ക്ലോസ് ആയി, ഇനി നാളെ ഇല്ലൂ എന്ന് പറഞ്ഞത്. വന്ന സ്ഥിതിക്ക് ഇനി നാളെ വരാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉൾഭാഗം മാത്രമായിട്ടാ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ലോ. ഇതിന് മുകളിലേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് എന്തായാലും ഇന്ന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് വിടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഈ റോബോട്ടിൻ്റെ നായ്ക്കുട്ടീനെ കണ്ടിട്ടുണ്ടായിനെ. പിന്നെ പുറത്ത് വന്നിട്ട് ഇതിൻ്റെ മൊത്തത്തിലൊരു ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നമ്മൾ അവിടുന്ന് വിട്ടിട്ടാ. പിന്നെ നമ്മൾ പോയത് നൈഫ് സൂക്കിലേക്കാണ്. ഏതായാലും ദുബൈ വന്നതല്ലേ, കുറച്ച് പർച്ചേസും കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നൈഫിലേക്കാട്ടാ നമ്മൾ രണ്ടാമത് പോയത്. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു അബായ വാങ്ങുന്നില്ല പൂതി വന്നത്. അങ്ങനെ ഞാനും എടുത്തിട്ടോ ഒരു അബായ. ഇവിടെ ഒരു ദുവ എന്ന് പറഞ്ഞ കടയിലാട്ടാ നമ്മൾ കയറിയത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിന്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അബായ കിട്ടിയിട്ടോ. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ചായ മാറ്റി നമ്മൾ ജ്യൂസാട്ടാ ഈവനിങ്ങിൽ കുടിച്ചത്. ജ്യൂസും പിന്നെ ഒരു ഷവർമയാട്ടാ നമ്മൾ കഴിച്ചത്. അതിനുശേഷം എൻ്റെ സെക്കൻഡ് ബ്രദർ വന്നിട്ടുണ്ടായിട്ടാ. സെക്കൻഡ് ബ്രദർ ഇവിടെ ദുബൈയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ടോട്ടലി 3 ബ്രദേഴ്സാണ്. അതിൽ മൂത്ത ബ്രദർ നാട്ടിലാണ്, സെക്കൻഡ് ബ്രദർ ദുബൈയിലും തേർഡ് ബ്രദർ ഒമാനിലാണ് ട്ടാ. അങ്ങനെ സെക്കൻഡ് ബ്രദറിനെയും കൂട്ടിയിട്ട് നേരെ പോയത് ഗോൾഡ് സൂക്കിലേക്കാട്ടാ. ഗോൾഡ് സൂക്കിലൊക്കെ അത്യാവശ്യം നല്ല ഈദിൻ്റെ തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അത്രയും സമയം നിൽക്കാനുള്ളൊരു ടൈം നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിന് കേട്ടോ. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ തണുത്തത് എന്തെങ്കിലും കഴിക്കാനാട്ടാ നമുക്ക് പൂതി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് പിന്നെ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ദുബൈയിലുള്ളവർക്ക് ഈ ഒരു ഐസ്ക്രീം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ഐസ്ക്രീം ആട്ടാ ഈ ഒരു ഐസ്ക്രീം. ഈദിൻ്റെ തിരക്കായതുകൊണ്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല ട്രാഫിക് ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ പോയത് മെട്രോനാട്ടാ. നമ്മൾ പോകുന്നത് ദുബൈ മാൾ എക്സ്പ്ലോർ ചെയ്യാനാണ്. അത്യാവശ്യം മാൾ എക്സ്പ്ലോർ ചെയ്യാൻ ടൈം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്തത് ഈ ഒരു സ്ഥലമാട്ടാ. ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തിരിക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റായി. ഇവർക്ക് ഇന്ന് തന്നെ തിരിച്ച് ഒമാനിലേക്ക് പോവേണ്ടതുമാണ്. നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു കേട്ടോ. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഒന്നെങ്കിൽ ക്ലോസ് ആയിരിക്കും, ഇല്ലെങ്കിൽ നല്ല ലോങ് ആയിരിക്കും. അങ്ങനെ ഫൈനലി നമ്മൾ ദുബൈ മാളിലെത്തിയേ. ദുബൈ മാളിലെത്തിയിട്ട് ഫസ്റ്റ് നമ്മൾ ദുബൈ അക്വേറിയം കാണാനാട്ടോ പോകുന്നത്. പിന്നെ അത്യാവശ്യം നല്ല നടക്കാനുണ്ടല്ലോ. പിന്നെ ഒരു സമാധാനം, മാളായതുകൊണ്ട് നമുക്കങ്ങനെ സമ്മറിൻ്റെ ബുദ്ധിമുട്ട് വരില്ല. പുറത്ത് നടന്നിട്ട് ഏകദേശം നല്ല ടയേർഡായിട്ടുണ്ടായിന്. പിന്നെ ഈ ഒരു മാളിലെത്തിയപ്പോഴാണ് കുറച്ച് സമാധാനം ഉണ്ടായത്. അങ്ങനെ അക്വേറിയം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ബുർജ് ഖലീഫ കാണാൻ പോയിന് കേട്ടോ. UAEൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ബുർജ് ഖലീഫ അല്ലേ. അതുകൊണ്ട് ഇത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം മിസ്സായ പോലെയാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇന്നത്തെ ഡേ നമ്മൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പം തന്നെ ഏകദേശം 11 o'clock ഒക്കെ ആയിട്ടുണ്ടായിന്. നമ്മളവിടുന്ന് ഉച്ചക്ക് ഇറങ്ങിയോണ്ടാട്ടാ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റിയത്. ഇനി ഇൻഷാല്ലാ ഇവർ ഒരിക്കലും കൂടിയും UAEയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് UAE മൊത്തത്തിൽ അവരൊന്ന് കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.